എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5th സെമസ്റ്ററിലെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആണ്. അതിലെ 4th മൊഡ്യൂളായ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് 3 മാർക്സ് ആൻഡ് 6 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ ഇൻ ഓർഡർ ടു മേക്ക് റെഡി ഫോർ അനാലിസിസ്. നമ്മൾ റിസർച്ചിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസും അനലൈസ് ചെയ്യാൻ പാകത്തിൽ സമ്മറൈസ് ചെയ്തുകൊണ്ടും തരംതിരിച്ചുകൊണ്ടും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ പ്രോസസ്സിങ്ങിന് 4 സ്റ്റെപ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 4 സ്റ്റേജസ് ആണുള്ളത്. എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ഡാറ്റ collected to detect the errors and omission and correct to these as far as possible. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ, അതൊക്കെ പരിശോധിക്കുന്നതും അതേപോലെ തന്നെ കറക്റ്റ് ചെയ്യുന്നതിനെയുമാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കോഡിംഗ് ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഡാറ്റ ഇൻ ടു സ്മോൾ നമ്പർ ഓഫ് ക്ലാസ്സസ്. അതായത് കളക്ട് ചെയ്ത ഡാറ്റാസ് എല്ലാം ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആക്കിയിട്ട് ഡാറ്റയെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, കോഡിംഗ്. തേർഡ് സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് എ റിലേറ്റഡ് ഫാക്ട്സ് ഓൺ ദി ബേസിസ് ഓഫ് സർട്ടൺ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരേ സ്വഭാവങ്ങളുള്ള, ഒരേ ഫീച്ചേഴ്സുള്ള ഡാറ്റാസൊക്കെ തരംതിരിച്ച് വെക്കുന്നതിനെയാണ്, ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും. കൂടാതെ ടു ഓർഗനൈസ് ഡാറ്റ ഇൻ ടു ലോജിക്കൽ ഫോം, അതായത് ഒരു ലോജിക്കൽ രീതിയിൽ, അതായത് നമുക്ക് ഒരു കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്തു വെക്കാനും ക്ലാസിഫിക്കേഷൻ മൂലം നമുക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് വരുന്നത് ടു മേക്ക് ഡാറ്റ അട്രാക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ ആകർഷകമായിരിക്കും. അതേപോലെ ടു പ്രസൻറ്റ് ഡാറ്റ ഇൻ എ ബ്രീഫ് ഫോം, ചുരുക്ക രൂപത്തിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും ക്ലാസിഫിക്കേഷൻ വഴി സാധിക്കും. ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം? ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അതായത് ചില ക്വാളിറ്റീസിൻ്റെ ബേസിൽ, അതായത് സെക്സ്, ലിറ്ററസി, റിലീജിയൻ, റീജിയൻ, അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഡാറ്റാസ് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇനി നേരെ മറിച്ച് മെഷറബിൾ ഫീച്ചേഴ്സ് വെച്ചിട്ട്, അതായത് ഹൈറ്റ്, വെയ്റ്റ്, നമ്പേഴ്സ്, ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, അതായത് ഒരു ക്വാണ്ടിറ്റി ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. തേർഡ് വൺ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നും. ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് സമയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഫിഫ്ത്ത് വൺ ഡൈക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഓൺലി 2 ക്ലാസ്സസ് ആണുള്ളത് എങ്കിൽ അതിന് ഡൈക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുക. ഇത്രയും ടൈപ്സ് ആണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന സെക്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് ടാബുലേഷൻ ആണ്. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ കോളംസ് ആൻഡ് റോസ്. അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് എല്ലാം കറക്റ്റ് ഓർഡർലി ഒരു ടേബിളിലേക്ക് മാറ്റുമ്പോൾ അതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ഒരു കൃത്യമായ റോസ് ആൻഡ് കോളംസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടേബിളിലേക്ക് ഈ ഡാറ്റാസൊക്കെ നമ്മൾ മാറ്റുകയാണെങ്കിൽ അതിനെ ടാബുലേഷൻ എന്ന് പറയും. ടാബുലേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ടു സിംപ്ലിഫൈ കോംപ്ലക്സ് ഡാറ്റ. അതായത് നമുക്കറിയാം, ഒരു ടേബിളിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും അത് മനസ്സിലാക്കാനായിട്ട്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റകളെ പോലും നമുക്ക് ടേബിളിൽ കാണുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസണൊക്കെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഈ ഡാറ്റക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി നൽകും ടേബിളിലാകുമ്പോൾ. കൂടാതെ എറേഴ്സ് ഉണ്ടെങ്കിലും, അതായത് തെറ്റുകളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഇത് സഹായിക്കും. അതേപോലെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലും അതും നമുക്ക് എളുപ്പമാണ് ടേബിളിൽ കാണുമ്പോൾ എന്തൊക്കെ മിസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ എററാണെന്നുള്ളത് കണ്ടെത്താനും ടാബുലേഷൻ വഴി സാധിക്കും.
നെക്സ്റ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പൾസ് ഓഫ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ ടാബുലേഷനിൽ, അതായത് ഡാറ്റ ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് കരുതേണ്ടത്, എന്തൊക്കെ ശ്രദ്ധയാണ് വരുത്തേണ്ടത്, അതിൻ്റെ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ആണ്. ദ ടേബിൾ ഷുഡ് ബി സ്യൂട്ട് ടു ദി സൈസ് ഓഫ് ദി പേപ്പർ. അതായത് ഒരു പേപ്പറിൽ പാകത്തിലായിരിക്കണം ടേബിൾ ഉണ്ടാവുന്നത്, ഓവർ സൈസ്ഡ് ആവാൻ പാടില്ല. അതിനൊരു ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ടൈറ്റിൽ നൽകിയിരിക്കണം. അൺനെസസറി ഡീറ്റെയിൽസ് എല്ലാം അവോയ്ഡ് ചെയ്തിരിക്കണം. ഡു നോട്ട് യൂസ് ഡിറ്റോ മാർക്സ്. അതായത് ഡിറ്റോ മാർക്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഡിറ്റോ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേപോലെ മേലെ എഴുതിയത് അതേപോലെ സെയിം ആണ് താഴെങ്കിൽ 2 കോമ ഇടും, അതിനെയാണ് ഡിറ്റോ മാർക്സ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ടാബുലേഷൻ ഓഫ് ഡാറ്റയിൽ യൂസ് ചെയ്യാൻ പാടില്ല. 2 സ്ഥലത്തും ഒരേ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അത് തന്നെ എഴുതി വെക്കണം. ടേബിൾ ഷുഡ് ബി ക്ലിയർ ആൻഡ് അക്യുറേറ്റ്. വളരെ വ്യക്തമായിരിക്കണം, അതേപോലെ കൃത്യതയുള്ളതായിരിക്കണം. ടേബിൾ ഷുഡ് ബി സിമ്പിൾ. വളരെ സിമ്പിളായിട്ട് വേണം അത് ടേബിൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. അതായത് എന്തെങ്കിലും മെഷർമെൻറ്റ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് സെൻറ്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, അല്ലെങ്കിൽ നമ്പേഴ്സ് ആണോ, പീസസ് ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം. ഓൾ ഐറ്റംസ് ഇൻ ദ ടേബിൾ ഷുഡ് ബി ലോജിക്കലി അറേഞ്ച്ഡ്. അതായത് ഒരു ഓർഡറിലായിരിക്കണം ടേബിളിൽ എല്ലാ ഡാറ്റാസും അറേഞ്ച് ചെയ്തിരിക്കേണ്ടത്. പിന്നെ അബ്രീവിയേഷൻസ് ഷുഡ് ബി അവോയ്ഡഡ്. പറ്റാവുന്നിടത്തോളം ഷോർട്ട് ഫോം ഒക്കെ ഒഴിവാക്കിയിരിക്കണം. കൃത്യമായിട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ ടേബിളിൽ പ്രസൻറ്റ് ചെയ്തിരിക്കണം. ടേബിൾ ഷുഡ് നോട്ട് ബി ഓവർലോഡഡ് വിത്ത് ഡീറ്റെയിൽസ്. അതായത് ഒരുപാട് ഡാറ്റാസ് കൊടുത്ത് ടേബിൾ ഒരു ക്ലംസി ആക്കി മാറ്റരുത്. ദ ക്യാപ്ഷൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഒരു കൃത്യമായ ഓർഡറിലായിരിക്കണം ഓരോ ക്യാപ്ഷൻസും നമ്മൾ കൊടുത്തിരിക്കേണ്ടത്. ടേബിൾ ആയാലും അതിന് ഓരോ ടേബിളിലും ഓരോ ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഓർഡറിലായിരിക്കണം അറേഞ്ച് ചെയ്തിരിക്കേണ്ടത്. ആൻഡ് ഓൾ ദ കോളം ഫിഗേഴ്സ് ആർ ടു ബി പ്രോപ്പർലി അലൈൻഡ്. അതായത് കോളത്തിൽ കൊടുക്കുന്നതെല്ലാം ഒരു അലൈൻ ചെയ്തിരിക്കണം, ഒരേ രേഖയിൽ. അല്ലെങ്കിൽ സെൻറ്ററിലാണെങ്കിൽ എല്ലാം സെൻറ്ററിൽ, അല്ലെങ്കിൽ എല്ലാം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് അറേഞ്ച് ചെയ്യാൻ, അതായത് പ്രോപ്പർലി അലൈൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ളത് ഡാറ്റ ടാബുലേഷൻ്റെ കേസിൽ. നെക്സ്റ്റ് വരുന്ന ഇതാണ് ഡാറ്റ എൻട്രി. നമുക്കറിയാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടറൈസിങ് ദി ഡാറ്റ. കളക്ട് ചെയ്ത ഡാറ്റാസും എല്ലാം നമ്മൾ അത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡാറ്റ എൻട്രി ജോബ്സ് ഒക്കെ. അത് ഈ ഒരു ജസ്റ്റ് നമുക്ക് എല്ലാ ഡാറ്റാസും കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് അത്. വാലിഡിറ്റി ഓഫ് ഡാറ്റ, ഇറ്റ് റെഫേഴ്സ് ടു ഹൗ അക്യുറേറ്റ്ലി എ മെത്തേഡ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ. അതായത് നമ്മൾ എന്താണോ മെഷർ ചെയ്യാനും ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നു, അതിനെയാണ് വാലിഡിറ്റി ഓഫ് ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ്. ഗ്രാഫ്സിൻ്റെയും ഡയഗ്രാംസിൻ്റെ ഒക്കെ അതിൻ്റെ പർപ്പസ് എന്താണ്, യൂസ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രസൻറ്റിങ് ഡാറ്റ ഇൻ സിമ്പിൾ ആൻഡ് ക്ലിയർ. അതായത് ഗ്രാഫായിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് മേക്സ് ദ ഹോൾ ഡാറ്റ റെഡിലി ഇൻ്റലിജിബിൾ. അതായത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതായത് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ്. എല്ലാ ഡാറ്റകളും ഒരൊറ്റ പിക്ചറിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ. താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാസ് യൂസ്ഫുൾ ആണ്. മീൻസ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് യൂസ്ഫുൾ ആണ്. ഇറ്റ് സേവ് ടൈം ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഡാറ്റ. അതായത് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ ഡാറ്റ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ അനലൈസിങ് കംപ്ലീറ്റ് എക്കണോമിക് സിറ്റുവേഷൻ. അതേപോലെ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് ഡൂയിങ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കംപ്ലീറ്റ് എക്കണോമിക് സിറ്റുവേഷൻസ് ഒക്കെ അനലൈസ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇനി ചാർട്ട് ഏതൊക്കെ തരത്തിലുണ്ട്, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ചാർട്ട്. ഫസ്റ്റ് വൺ, ചാർട്ട്സ് ഓർ ലൈൻ ഗ്രാഫ്സ്. ഇറ്റ് ഡിസ്പ്ലേസ് ഇൻഫോർമേഷൻ ഇൻ എ സീരീസ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ദാറ്റ് ഈച്ച് റെപ്രസെൻറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ഓഫ് ഓർ പീസ് ഓഫ് ഡാറ്റ. ഡാറ്റ ഗ്രാഫിൽ, അതായത് പോയിൻറ്റ്സ് രൂപത്തിൽ മാർക്ക് ചെയ്തുകൊണ്ട് അതിനെ കണക്ട് ചെയ്ത് ഒരു ലൈൻ രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ പോയിൻറ്റും ഗ്രാഫിൽ മാർക്ക് ചെയ്ത് അത് ജോയിൻ ചെയ്തുകൊണ്ട് ഫൈനലി ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു ഷേപ്പോ നമുക്ക് കിട്ടും. അതിനെയാണ് ലൈൻ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബാർ ചാർട്ട്. ഇറ്റ് ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഗ്രാഫ് which consist of parallel bars or rectangles with lengths that are equal to the quantities that are occur in a given data sets. ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഗ്രാഫാണ്. അതായത് നമുക്ക് ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് ഒക്കെ കാണുമ്പോൾ നോക്കാം,
ഫസ്റ്റ് നമുക്കറിയാം ഓരോ റെക്റ്റാങ്കുലറായിട്ട് ഇത്ര ഓവേഴ്സ് ഇത്ര റൺസ് എന്നുള്ള രീതിയിലൊക്കെ ഓരോ ഓവറിലും കാണിക്കുന്ന റൺസൊക്കെ നമുക്കറിയാവുന്നതാണ്, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അതിനെയാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഹിസ്റ്റോഗ്രാമും. ഇറ്റ് ഈസ് എ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വെർട്ടിക്കൽ ബാർസ് ഹുസ് ആർ പ്രൊപ്പോർഷൻസ് ടു ദി ഫ്രീക്വൻസീസ്. അതും ഒരു റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രീക്വൻസിയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ടു ബാർ ചാർട്ടാണ്. എന്നാൽ ബാർ ചാർട്ടിൽ ഓരോ റെക്റ്റാങ്കിൾസും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും, എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ എല്ലാം ജോയിൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നതും ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് തന്നെയാണ്. അത് വരക്കുന്നത് ഹിസ്റ്റോഗ്രാമിലെ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ടോപ്പിലെ മിഡ് പോയിന്റ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് വരക്കുന്ന ഒരു ലൈനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ സ്മൂത്ത് കർവ്. അതായത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്മൂത്ത് കർവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫ്രീക്വൻസി കർവ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് ഒജീവ് ആണ്. സ്മൂത്ത്ഡ് ഫ്രീക്വൻസി കർവ്സ് ഡ്രോൺ ഫോർ ടു ക്യുമുലേറ്റീവ് സീരീസ് ആർ കോൾഡ് ഒജീവ്. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കർവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഒജീവ് കർവ് അല്ലെങ്കിൽ ഒജീവ് എന്ന് പറയുന്നത്. ഒജീവ് ചാർട്ട് അല്ലെങ്കിൽ ഒജീവ് കർവ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നൊക്കെ ഇതിന് പറയാം. നെക്സ്റ്റ് വരുന്നത് പൈ ഡയഗ്രാം ആണ്. ഇറ്റ് ഈസ് എ സർക്കിൾ ഡിവൈഡഡ് ഇൻ ടു സെക്ഷൻസ് വിച്ച് ഈച്ച് ഡിസ്പ്ലേ ദി സൈസ് ഓഫ് എ റിലേറ്റീവ് പീസ് ഓഫ് ഇൻഫോർമേഷൻ. ഒരു സർക്കിളിൽ ഓരോ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ പാർട്ടും ഓരോ സെറ്റ് ഓഫ് ഇൻഫോർമേഷൻ നൽകുന്ന രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പിക്ടോഗ്രാം. ഇറ്റ് ഈസ് എൻ ഇഡിയോഗ്രാം ദാറ്റ് കൺവേസ് ഇറ്റ്സ് മീനിങ് ത്രൂ പിക്ടോറിയൽ റിസംബ്ലൻസ് ടു എ ഫിസിക്കൽ ഒബ്ജക്റ്റ്. അതായത് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഇൻഫോർമേഷനെ ഒരു പിക്ചർ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ പിക്ടോഗ്രാം എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡാറ്റ ഫോർ സ്റ്റഡിയിങ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റ് അണ്ടർ സ്റ്റഡി. അനാലിസിസ് എന്ന് പറഞ്ഞാൽ വിശകലനം. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ആ പഠിക്കുന്ന ഒബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടും അതിനെ ക്രൂഷ്യലായിട്ടും പരിശോധിക്കുന്നതിനെയാണ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ അനാലിസിസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ദീസ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ ഇൻ എ സ്റ്റഡി. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ഡാറ്റയുടെ ബേസിക് ഫീച്ചേഴ്സ് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുന്ന അനാലിസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഇറ്റ് പ്രൊവൈഡ്സ് സിമ്പിൾ സമ്മറി അബൌട്ട് സാമ്പിൾ ആൻഡ് മെഷർ. അത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സമ്മറിയാണ്, ഒരു സംഗ്രഹമാണ് നൽകുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂണിവേരിയേറ്റ് അനാലിസിസ്. ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്ക്രൈബിംഗ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ. യൂണിവേരിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വേരിയബിൾ മാത്രമാണ് ഈ ഒരു അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് അനലൈസിങ് ഡാറ്റ. ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ് യൂണിവേരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ബൈ വേരിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ടു. സോ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ടാവും അനാലിസിസിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് ബൈ വേരിയേറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് ദി അനാലിസിസ് ഓഫ് ടു വേരിയബിൾസ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് ദി എംപിരിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ആ ഡാറ്റയുടെ റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വേരിയബിൾസ് അനാലൈസ് ചെയ്യുന്നതിനെയാണ് ബൈ വേരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മൾട്ടിവേരിയേറ്റ് അനാലിസിസ്. ഇൻ മൾട്ടിവേരിയേറ്റ് അനാലിസിസ് മൾട്ടിപ്പിൾ റിലേഷൻസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വേരിയബിൾസ് ആർ എക്സാമിൻഡ് സൈമൾട്ടേനിയസ്. ഒരേ സമയം ഡിഫറെൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള മൾട്ടിപ്പിൾ റിലേഷൻസ് അനലൈസ് ചെയ്യും. നെക്സ്റ്റ് സെക്ഷൻ ഫാക്ടർ അനാലിസിസ് ആണ്. ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ടു ഫ്യൂവർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഒരുപാട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ കുറഞ്ഞ ഫാക്ടേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. Another one, inferential analysis. It is concerned with various tests of significance for testing hypothesis in order to determine what validity data can be said to indicate some conclusion. ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഡാറ്റയിൽ നിന്നും നമ്മളെടുത്ത സാമ്പിളിനെ അനലൈസ് ചെയ്യുന്ന ഒരു അനാലിസിസ് പ്രോസസ്സാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്. അതിൻ്റെ മെയിനായിട്ട് നമ്മൾ പറയേണ്ടത് ഒരു കൺക്ലൂഷൻ എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്. നെക്സ്റ്റ് ഈസ് ടൂൾസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഫോർ അനാലിസിസ്. ഈ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്.
എന്തൊക്കെ ടൂൾസാണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സാണ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് കോറലേഷൻ, റിഗ്രഷൻ അനാലിസിസ്, ഇൻഡെക്സ് നമ്പേഴ്സ്, ടൈം സീരീസ് അനാലിസിസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ആവറേജ് ടെൻസ് ടു ഇൻഡിക്കേറ്റിംഗ് ദി സെൻറ്റർ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ സെറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. മീൻ, മീഡിയൻ, മോഡ്. മീനിൽ തന്നെ ജോമെട്രിക് മീനും കൂടെ വരുന്നുണ്ട്, ഹാർമോണിക് മീൻ കൂടെയാണ്. അതിൽ ഫസ്റ്റ് വൺ അരിതമാറ്റിക് മീൻ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മീൻ ഈസ് ദ സം ഓഫ് ദി വാല്യൂസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദി സെറ്റ്. അരിതമെറ്റിക് മീനാണ് അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് ആവറേജ്, നമ്മൾ സാധാരണ ആവറേജ് കാണുന്ന അത് തന്നെയാണ് അരിതമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയുണ്ട്, അതേപോലെ ടോട്ടൽ വാല്യൂസ് എല്ലാ ഒബ്സർവേഷൻസും ആഡ് ചെയ്തിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് അരിത്തമെറ്റിക് മീൻ. അതിന് AM എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഈസി ടു കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, വളരെ കൃത്യമായിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും അതുണ്ടാവുക. അതേപോലെ എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടുള്ളതാണ് അരിത്തമാറ്റിക് മീൻ. പിന്നെ റിജിഡ്ലി കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഇറ്റ് ഈസ് എൻ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്, ഒരു മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ആണല്ലോ. ഇത്രയുമാണ് അതിൻ്റെ മെറിറ്റ്സ്. ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അതായത് ഇനി 5 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 1, 2, 3, 4 അഞ്ചാമത്തെ ഒബ്സർവേഷൻ 100 ആണെങ്കിൽ അതിന് ഈ എക്സ്ട്രീം വാല്യൂവിനെ ഭയങ്കരമായിട്ട് ആ വാല്യൂ കാരണം ഈ ടോട്ടൽ മീന് ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവും. അതായത് 1 + 2 + 3 + 4 + 100 ഡിവൈഡഡ് ബൈ 5 ആണ് വരിക. അപ്പോൾ കൂടുതൽ 100നോട് അടുത്തൊരു നമ്പർ ആയിരിക്കും വരുന്നത്. പക്ഷേ ആദ്യത്തെ 4 ഒബ്സർവേഷൻസും വളരെ ചെറുതാണ്. അതായത് ഇറ്റ് ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂ കാരണം ഇതിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് കനോട്ട് ബി കമ്പ്യൂട്ട് അക്യുറേറ്റ് ആയിട്ട് കാണാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്യൂട്ടബിൾ ആവറേജ് ഫോർ ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻസ്. ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കേസിലൊക്കെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ആവറേജ് കാണുന്ന രീതിയല്ല അരിത്തമാറ്റിക് മീൻ. ഇറ്റ് കനോട്ട് ആവറേജ് ദ റേഷ്യോസ്, ഇറ്റ് കനോട്ട് ആവറേജ് ദി പെർസെൻറ്റേജ്. റേഷ്യോസോ പെർസെൻറ്റേജ് ഒക്കെ വരുന്ന കേസിൽ ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ്ഫുൾ ആയിരിക്കില്ല. ഇത്രയാണ് ഡീമെറിറ്റ്സ് ഓഫ് അരിത്തമാറ്റിക് മീൻ. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അരിത്തമാറ്റിക് മീനിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. നെക്സ്റ്റ് ജോമെട്രിക് മീൻ ആണ്. ജോമെട്രിക് മീൻ ഈസ് ദി nth പോസിറ്റീവ് റൂട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് n പോസിറ്റീവ് ഗിവൺ വാല്യൂസ്. ഇവിടെ നേരത്തെ അഡീഷൻ ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അത്രയും n നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രൊഡക്റ്റ് കണ്ടിട്ട്, അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ nth റൂട്ട് കാണുക. 2 ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ 2ൻ്റെയും സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. 3 ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ 3 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ക്യൂബ് റൂട്ട് കാണാം. അതായത് nth റൂട്ട് കാണുന്നതിനാണ് ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹാർമോണിക് മീൻ ആണ്. ഹാർമോണിക് മീൻ ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമാറ്റിക് മീൻ ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ദി ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ്. അതായത് ഓരോ ഒബ്സർവേഷൻ്റെയും റെസിപ്രോക്കൽ ആദ്യം കാണുക, അതിൻ്റെ അരിത്തമാറ്റിക് മീൻ കണ്ടതിന് ശേഷം അതിൻ്റെയും റെസിപ്രോക്കൽ കാണുന്ന ഒരു പ്രോസസ്സാണ് ഹാർമോണിക് മീൻ അല്ലെങ്കിൽ HM എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മീഡിയൻ. മീഡിയൻ ഈസ് ദി മോസ്റ്റ് മിഡിൽ വാല്യൂ ഇൻ ദി അറേഡ് ഡാറ്റ. ഓർഡർലി അറേഞ്ച് ചെയ്തതിൻ്റെ, അതായത് ചെറുതിൽ നിന്ന് വലുതിൽ അറേഞ്ച് ചെയ്ത ഡാറ്റാസിൻ്റെ സെൻറ്ററിൽ വരുന്ന ഡാറ്റ ഏതാണോ അതിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. 2 ഡാറ്റാസ് സെൻറ്ററിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് മീഡിയൻ എന്ന് പറയുക. മോഡ് ഈസ് ദി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് വാല്യൂ ഇൻ ദി ഡാറ്റ സെറ്റ്. മോഡ് എന്ന് പറയുന്നത് ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ 1, 2, 2, 3, 4, 5, 6, 6, 7 അങ്ങനെ വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്തെന്ന് ഏതാണ് 2, 2, 2 എന്ന് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡ് 2 ആയിരിക്കും. അതേപോലെ കൂടുതലായിട്ട് ആ ഒരു ഒബ്സർവേഷനിൽ വരുന്ന വാല്യൂ ഏതാണോ അതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. മീൻ, മീഡിയൻ, മോഡൊക്കെ ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. The degree to which numerical data tend to spread out about an average value is called dispersion or variation. അതായത്
ഡാറ്റയുടെ വേരിയബിലിറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അതായത് വിശകലനം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതായത് ആ ഡാറ്റ എത്രത്തോളം ഹോമോജീനിയസ് ആണ് അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ആണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് റേഞ്ച്. റേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി വാല്യൂസ് ഓഫ് ദി എക്സ്ട്രീം ഐറ്റംസ് ഓഫ് എ സീരീസ്. അതായത് എക്സ്ട്രീം ആയിട്ട് വരുന്ന രണ്ട് വാല്യൂസിൻ്റെ ഡിഫറൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. മീൻ ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി മീൻ ഓഫ് ദി അബ്സല്യൂട്ട് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം സം സ്യൂട്ടബിൾ ആവറേജസ് ലൈക്ക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് അബ്സല്യൂട്ട് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കാണുന്നതിനെയാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദി mean of the square deviations taken from arithmetic mean of the data. ഡാറ്റ സെറ്റിൻ്റെ വേരിയബിലിറ്റിയുടെ ആവറേജ് എമൗണ്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നെക്സ്റ്റ് വരുന്നത് കോറലേഷൻ ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് കോറലേഷൻ. റിഗ്രഷൻ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ദി ഡാറ്റ. ഇതും ആവറേജ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാനുള്ളൊരു മെഷർമെൻ്റ് ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇൻഡെക്സ് നമ്പർ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ചേഞ്ചസ് ഇൻ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് ഓവർ എ പീരീഡ്. ഒരു കാലയളവിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ. അതിൽ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് വരുന്നുണ്ട്. സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് ഇൻ വിച്ച് ഓൾ ഐറ്റംസ് ആർ ട്രീറ്റഡ് ഈക്വലി. എല്ലാ ഐറ്റംസും ഒരേപോലെ കണക്കാക്കുന്നതിനെയാണ് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് വരുന്നത്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് മീൻസ് ആർ ദോസ് നമ്പേഴ്സ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി വെയ്റ്റ് ഓഫ് ദി സെലക്റ്റഡ് കമ്മോഡിറ്റീസ്. ചില കാര്യങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് നൽകേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് വരുന്നത്. തേർഡ് വരുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ്. ഇറ്റ് റെപ്രസെൻറ്റ് ദി ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം പെയ്ഡ് ബൈ ദി കൺസ്യൂമർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കാലയളവിൽ ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് ഗുഡ്സിനും സർവീസസിനും വേണ്ടി പേ ചെയ്യുന്നതിൽ വരുന്ന പ്രൈസസിൽ ഉണ്ടാവുന്ന ആവറേജ് ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. സിക്സ്ത് വരുന്നതാണ് ടൈം സീരീസ്. ഇറ്റ് റെഫേഴ്സ് ടു അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ അക്കോർഡിംഗ് ടു ദി ടൈം ഓഫ് ഒക്കറൻസ്. ഓരോ ഡാറ്റയും ഏത് കാലയളവിനാണ് നടക്കുന്നത് അതിൻ്റെ ടൈമിൻ്റെ ബേസിൽ ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 1 എറർ ഉണ്ട്. ഇറ്റ് മീൻസ് റിജക്ഷൻ ഓഫ് ഹൈപ്പോത്തസിസ് വിച്ച് ഷുഡ് ഹാവ് ബീൻ അക്സെപ്റ്റഡ്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അതിനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ടൈപ്പ് 1 എറർ എന്ന് പറയും. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദി അക്സെപ്റ്റിംഗ് ദി ഹൈപ്പോത്തസിസ് വിച്ച് ഷുഡ് ബീൻ റിജക്റ്റഡ്. അതായത് റിജക്റ്റ് ചെയ്യേണ്ട ഒരു ഹൈപ്പോത്തസിസ് ആയിരുന്നു, ഒരു അനുമാനമായിരുന്നു, പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു കേസാണ് ടൈപ്പ് 2 എറർ. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. നെക്സ്റ്റ് വരുന്നതാണ് പാരാമെട്രിക് ടെസ്റ്റ്. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് പോപ്പുലേഷൻ ഓർ പോപ്പുലേഷൻ പാരാമീറ്റർ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഈസ് കോൾഡ് പാരാമെട്രിക് ടെസ്റ്റ്. അതായത് പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്റർ എല്ലാം നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുള്ളൊരു അസംഷനിൽ, അനുമാനത്തിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് പാരാമെട്രിക് ടെസ്റ്റ് വരുന്നത്. 3 ടൈപ്പാണ് ഇമ്പോർട്ടൻറ്റ് പാരാമെട്രിക് ടെസ്റ്റ് വരുന്നത്: Z ടെസ്റ്റ്, T ടെസ്റ്റ്, F ടെസ്റ്റ്. നെക്സ്റ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഈസ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് വെൻ ദ നാച്ചർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് അൺനോൺ. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഹൈപ്പോത്തസിസിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നാച്ചർ നേരത്തെ പറഞ്ഞ ഈക്വലി ആണ്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ പാരാമെട്രിക് ആണ്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ്റെ നാച്ചർ അൺനോൺ ആണ്, അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം ടെസ്റ്റിങ്ങിനെയാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പറയും. നെക്സ്റ്റ് ഈസ് അനോവ. അനോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ഗ്രൂപ്പ്സ് ഓൺ പോസിബിൾ ഡിഫറൻസസ് ഇൻ ദി ആവറേജ് ഓഫ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷനിൽ ഉണ്ടാകുന്ന വേരിയേഷനെ അത് ഡിഫറെൻറ്റ് കോമ്പണൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് അനോവ എന്നുള്ള മെത്തേഡ് പറയുന്നത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ് അനോവയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വരുന്നത് കൈ സ്ക്വയർ ടെസ്റ്റ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സാമ്പിളിംഗ് അനാലിസിസ് ഫോർ കമ്പയറിംഗ് എ വേരിയൻസ് ടു ദി തിയററ്റിക്കൽ വേരിയൻസ്. അതായത് ഇതൊരു സാമ്പിളിംഗ് അനാലിസിസ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. ഒരു തിയററ്റിക്കൽ വേരിയൻസ് ഉണ്ടാവും, നമുക്ക് കിട്ടിയ വേരിയൻസ് ഉണ്ടാവും, അതിനെ കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൈ സ്ക്വയർ ടെസ്റ്റ്. ലാസ്റ്റ് വരുന്നതാണ് ഇൻ്റർപ്രിറ്റേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ടെക്നിക് ഓഫ് ഡ്രോയിങ് ഇൻഫറൻസ് ഫ്രം കളക്റ്റഡ് ഡാറ്റ. കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റയിൽ നിന്നും നമ്മളൊരു ഇൻഫറൻസിലെത്തും, അതായത് ഒരു മനസ്സിലാക്കലിലെത്തും, അതായത് ഒരു കൺക്ലൂഷനിലെത്തും. ആ ഒരു കൺക്ലൂഷനിലെത്തുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. വളരെ സിമ്പിളാണ്. കുറേ 3 മാർക്സ് ക്വസ്റ്റ്യൻസിന് പാകത്തിലുള്ള കുറേ ടേംസ് ഇതിൽ വരുന്നുണ്ട്. അതേപോലെ 6 മാർക്സ് ചോദിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. നന്നായിട്ട് പഠിച്ചു പോകുക എല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.